കോഴിക്കോട് നമ്മളെ പാകിസ്ഥാന്റെ നാടല്ലേ? ഞാൻ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്, സപ്ലൈ എത്തിയിട്ടുണ്ട്. ആ ക്യാപ്പ് എടുത്ത് ഷെയർത്തിന്റെ സപ്ലൈ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി, അതായത് വഴി കൂടെ പോകുന്ന കുറെ പെണ്ണുങ്ങളെ കമന്റ് ചെയ്യുന്ന ഇതിനെക്കുറിച്ച് വിക്കി തഗ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ പുറത്താക്കിയത് എൻ്റെ കാസ്റ്റ് എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറാണ് ശരിക്കും പറഞ്ഞാൽ തൊപ്പിയുടെ കുറേ കാര്യങ്ങൾ പുറത്ത് വിട്ടത്. ഈ വിക്കി തഗ് ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഈ റിയാക്ഷനിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തൊപ്പി ചെയ്തതിൽ എന്താ തെറ്റ്, അത് തൊപ്പി ചെയ്തതിൽ അതായത് ഫ്രണ്ട്സുമായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായിട്ട് ചെയ്യുന്ന കമൻ്റ് അടി മാത്രമേ തൊപ്പി അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് തൊപ്പി ചെയ്തത് ആക്കൂടെ ഉള്ളൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഹനാൻ ഷാനെ കുറിച്ച് സംസാരിച്ച കാര്യം മാത്രമേ എനിക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് വിക്കി തഗ് രംഗത്ത് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും ഉളുപ്പുണ്ടോ എന്ന് എനിക്ക് ചോദിക്കാവുള്ളൂ. അതായത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെ തോന്നി അങ്ങനെ പറയാനായിട്ട്? അതായത് 18 വയസ്സ് താഴെയുള്ള കൊച്ചുങ്ങളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കുറേ പരാതികൾ തൊപ്പിയുടെ പേരിൽ വരുന്നുണ്ട്. പിന്നെ ഈ കഞ്ചാവിൻ്റെ കേസ് ലൈവായിട്ട് തൊപ്പിയുടെ റൂമിൽ കഞ്ചാവ് വെക്കുന്നതും കഞ്ചാവ് വലിക്കുന്ന കുറേ പ്രൂഫുകൾ ഇവർ കാണിക്കുന്നുണ്ട്. അതൊക്കെ AI ആന്ന് പറഞ്ഞ് തൊപ്പി പറയുന്നുണ്ട്. പക്ഷേ AI വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. തൊപ്പിയുടെ കുറേ വോയിസ് അത് AI അല്ലാതെ ഒറിജിനൽ തന്നെയാണെന്ന് കുറേ പേര് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് ഒറിജിനൽ വോയിസ് ക്ലിപ്പാന്ന് പറഞ്ഞാൽ കുറേ പേര് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിലനിൽക്കെ വിക്കി തഗ് പറയുകയാണ്, അതായത് ഞാൻ തൊപ്പിനെ സപ്പോർട്ട് ചെയ്യും, ഫുൾ സപ്പോർട്ടാണ് തൊപ്പിയുടെ അടുത്ത്. അതായത് ഈ ഹനാൻ ഷാൻ്റെ ഒരു കേസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഞാൻ തൊപ്പിനെ സപ്പോർട്ട് ചെയ്യും. അത് ഹനാൻ ഷാൻ്റെ അടുത്ത് എന്താ ചെയ്ത് തൊപ്പി? ഈ ഒരു തെണ്ടിത്തരം തന്നെ ഹനാൻ ഷാൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഹനാൻ ഷാൻ ഹനാൻ ഷാൻ ശരിക്കും പറഞ്ഞാൽ നല്ല പണിയെ കൊടുത്ത്. ഹനാൻ ഷാൻ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. കുറേ ചാനൽ മറ്റേ ഇത് സ്ട്രൈക്കും കൊടുത്തു, കുറേ സാധനങ്ങളൊക്കെ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഹനാൻ ഷാ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ കാണിക്കാം. അതിന് മുമ്പ് വിക്കി തഗിൻ്റെ ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കാണാം. കൂട്ടുകാരായിട്ട് കാറിലൊക്കെ പോകുമ്പം സൗഹൃദങ്ങളായിട്ട് നമ്മള് വളരെ ക്ലോസ് സൗഹൃദങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ കമന്റ്സ് അടിക്കാത്ത ആൾക്കാരുണ്ടോ? കമന്റ്സ് അടിക്കും. നമ്മള് നല്ല നല്ല ആന്റിമാരെ ചേച്ചിമാരെ ഒക്കെ വായി നോക്കാറില്ലേ? തെറ്റാണോ? അതൊക്കെ തെറ്റായിരിക്കാം. അതെങ്ങനെ തെറ്റാവുന്നത്? അത് നമ്മളെ കൂട്ടുകാരന്റെ ആരെങ്കിലും ആവുമ്പോ ആ ഒരു കണ്ണിലൂടെ നോക്കുമ്പോ ഒരു വലിയ മിസ്റ്റേക്ക് ഹനാൻ ഷായുടെ കേസിലുണ്ട്. ഇതൊക്കെ പിന്നീട് നമ്മളാ ഷമീറിന്റെ ലൈവ് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയും കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു സൈഡെ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു സൈഡ് കണ്ടിട്ടില്ല. ആ ഒരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം അത് സൗഹൃദത്തിനകത്ത് ഈഗോ ആയിട്ട് അവർക്ക് രണ്ടുപേർക്കും മീഡിയ ഉള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ മീഡിയയിലൂടെ പുറത്തു വന്നു. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, മീഡിയ ഇല്ലാത്തവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. കൂട്ടുകാർക്കിടയിലെ പ്രശ്നങ്ങൾ, വഴക്കുകൾ, അടികൾ. അത് അവരവരുടെ സ്വന്തം വില കളയുന്ന രീതിയിൽ അവന്മാര് തന്നെ പെരുമാറി, അവന്മാര് തന്നെ പ്രവർത്തിച്ചു. അതിനെപ്പറ്റി നമുക്കിപ്പൊന്നും നമ്മുടെ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ അവൻ തെറ്റ് ചെയ്യുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം നമ്മൾ ഫ്രണ്ട്സ് എന്ന നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതായത് വിക്കി തഗിന് അതായത് അതായത് പുള്ളിക്കാരന് ഒരു ബോധമില്ല. അതായത് ഇത് തെറ്റാന്ന് പുള്ളിക്കാരൻ്റെ കാഴ്ചപ്പാടിൽ അത് തെറ്റാന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. എനിക്കൊന്ന് വിക്കി തഗും തൊപ്പിയും ഒരുമിച്ച് സ്ട്രീം ചെയ്തിട്ടുണ്ട് എന്തോ ഉള്ളതാണെന്ന് തോന്നുന്നു. ഇവർ എന്തോ ലൈവിലൊക്കെ ഒരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിലാന്ന് തോന്നുന്നു തൊപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ തൊപ്പി ചെയ്ത് തെറ്റാണെങ്കിൽ ആ തെറ്റാന്ന് പറയാനുള്ള ധൈര്യം പോലും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നടക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അതായത് 18 വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെ പിടിക്കുക, അത് പോസ്കോ കേസിൽ വരുന്ന സാധനങ്ങൾ അതൊക്കെ. അപ്പോൾ അത് കുഴപ്പമില്ല, അത് ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഈ കഞ്ചാവിൻ്റെ അതും ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്നത്. പിന്നെ കണ്ടവൻ്റെ പെങ്ങളെ കമൻ്റ് അടിക്കുന്നത്, ഇവരുടെ ഇൻഫ്ലുവൻസ് കാറ്റഗറി പെട്ട ഒരാളെക്കുറിച്ച് അവരുടെ ഫാമിലിയെക്കുറിച്ച് മോശമായിട്ട് പറയുന്ന കാര്യത്തിനും കുഴപ്പമില്ല. എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. വിക്കി തഗ് എന്താ പറയാൻ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് പുള്ളിക്കാരൻ്റെ കോൺസെപ്റ്റിൽ ഹനാൻ ഷാനെ കുറിച്ച് പറഞ്ഞത് മാത്രം തെറ്റ്, ബാക്കിയുള്ളതൊന്നും തെറ്റല്ല. അത് ഹനാൻ ഷാൻ്റെ ഫാമിലിയെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞത്, തൊപ്പി വളരെ മോശമായിട്ട് പറഞ്ഞത് ഒരു വീഡിയോ അടക്കം ഇട്ടിട്ടുണ്ട്. അത് ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് മറ്റേ വണ്ടിയിലും പറയുന്ന ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് മറ്റേതും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ട് തോന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പുള്ളിക്കാരൻ അത്ര അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ ഇതേപോലെ തൊപ്പിന് ഒരാൾ ചെയ്തത് തെറ്റാണെങ്കിൽ അത് തെറ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവേണ്ടതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. എന്തായാലും ഹനാൻ ഷാൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇവരാണ് ഇത് ചെയ്യണത്. അങ്ങനെ ഇവർ വീഡിയോൻ്റെ ഇടയിൽ എന്തുണ്ടായി, നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഈ വീഡിയോയിൽ ഹനാൻഷൻ്റെ പ്രശ്നമുണ്ട് പറഞ്ഞിട്ട് നമ്മളെ തന്നെ സുഹൃത്തിൻ്റെ ഭാര്യയെ വളരെ വൾഗറായിട്ടുള്ള രീതിയിൽ, അത് കേട്ടാൽ
ഒരു സ്ത്രീ എന്നുള്ള നിലക്ക് നിങ്ങളത് എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും മോശമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടിയാണ് അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉമ്മ, അല്ലെങ്കിൽ ആരായാലും ഇങ്ങനെ, ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി ആക്കോട്ടെ, ആര് കേട്ടാലും, അല്ലെങ്കിൽ ഒരു ഉപ്പയാണ് ഇത് കേൾക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശമായ രീതിയിലാണ് ഇവരിത് ചിത്രീകരിച്ചതെന്നുള്ളത് ഞങ്ങളിത് കണ്ടിട്ട് സ്റ്റക്കായി നിന്നു. അതായത് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇത് കണ്ടിട്ട് ഇങ്ങനെ നിന്നത്. ശരിയാ, നമ്മളും ഈ ഷമീറിൻ്റെ ലൈവ് ആദ്യം കണ്ടപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളും ഈ കണ്ട ഓഡിയൻസ് എല്ലാം സ്റ്റക്കായി നിന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി, അതായത് ഇവരുടെ ലൈവ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇവർ നോർമലി വ്ളോഗ് ഇടുന്ന ഫാമിലി വ്ളോഗാണ്. അതിനെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞപ്പോൾ അവൻ്റെ ചിന്താഗതിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം ഒന്നിലും ഏതിലും, അതായത് ഇവരെ പ്രശ്നങ്ങളിലോ, അതായത് യാതൊരു പ്രശ്നങ്ങളിലും തല കാണിക്കാതെ വളരെ മാനമര്യാദയോടെ ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രധാരണം അടക്കം കീപ്പ് ചെയ്തിട്ട് ഞങ്ങളെ കൂടെ ഉള്ള ഒരാളെ, അതായത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാതെ വീഡിയോ ചെയ്യണം. നോമ്പ് സമയത്താണ്, നിങ്ങളത് ആലോചിച്ച് നോക്കണം. അതായത് റമളാൻ്റെ ടൈമിൽ ഒരു ഇഫ്താർ സമയത്ത് ഇപ്പോൾ എല്ലാവരും, എനിക്കറിയാം എല്ലാ കുട്ടികളും ഇഫ്താർ സമയത്ത് വീഡിയോസ്, ഇഫ്താറിൽ നോമ്പ് തുറക്കാൻ പോണതും നോമ്പിന് പാടത്ത് നോമ്പ് തുറക്കണതും ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും ചെയ്യണതാണ്. അപ്പം നമ്മൾ ഇതേപോലെ നമ്മളെ വീട്ടിൽ നോമ്പ് തുറവിക്ക് ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ഒരാളെ വളരെ മോശമായ രീതിയിലാണ് ഈ പറഞ്ഞ വ്യക്തികൾ ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇവരിത് എന്ത് ചെയ്യാണ്, ഇവർ തമ്മിലുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നല്ല ശുദ്ധ തന്തയില്ലാത്തരം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷമീർ ചെയ്തൊരു തെറ്റെന്ന് വെച്ചാൽ, ഷമീർ ആ വീഡിയോ കാണിക്കാൻ പാടില്ലായിരുന്നു. അന്നത്തെ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ബോധം പോലും ഇവമാർക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞോട്ടെ, ഈ ഒരു ഇത് കണ്ടിട്ട് എന്ന് വെച്ചാൽ നമ്മൾ വോയിസിൽ പറയുന്നത് ഒരു വിഷ്വൽ കാണിച്ച് പറയുന്നതും തമ്മിൽ നല്ല ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. ഹനാൻ ഷാനെ കുറിച്ച് ഇതേപോലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഷമീർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആ വീഡിയോ ഉൾപ്പെടെ പ്ലേ ചെയ്തിട്ടാണ് ഓരോ കാര്യം പറഞ്ഞത്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്ത് എവിടെ, അതായത് ഇവർ സ്ട്രീം ചെയ്യുന്ന പൈസ ഇവർക്ക് കൊടുക്കുന്നില്ല, ആ ഒരു ബേസ് ചെയ്ത് തുടങ്ങിയ പ്രശ്നമാണ് ഇത് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊപ്പിയാണ് ഈ ഷമീർ എന്ന് പറഞ്ഞ ഇതിനെയും മമ്മു എന്ന് പറഞ്ഞ ഇതിനെയും ജാസി എന്ന് പറഞ്ഞ എല്ലാത്തിനെയും പൊക്കിക്കൊണ്ട് വന്നത്. ഇവൻ ശരിക്കും പറഞ്ഞാൽ തൊപ്പി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇവർക്കൊരു ഫെയിം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് മനസ്സിലായത് ഈ ഷമീർ എന്തിനാണ് കിടന്ന് മൂങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായി, പൈസയ്ക്ക് വേണ്ടി മൂങ്ങുന്നത്. ഇവന് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവർ വേറെ വീട്ടിലോട്ട് മാറുന്ന സമയത്ത് ആ ഗൂഗിൾ അക്കൗണ്ട് മാറ്റി പിന്നെ പുതിയൊരു സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ പോരെ. അതായത് ഇവനൊരു അത്രയും നാൾ തൊപ്പി അത്യാവശ്യം കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ഫെയിം അവൻ ഈ MRC ഷമീറും MRC മറ്റേ ജാസി എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്കും സ്പ്ലിറ്റ് ആയിട്ട് ആ ഫെയിം കൊടുത്തിട്ടുണ്ട്. ആ ഫെയിം യൂസ് ചെയ്ത് അവർക്ക് നല്ല രീതിയിൽ ഗെയിം കളിച്ച്, ഇവർ GTA ഒക്കെ കളിക്കുന്ന ആൾക്കാർ, അപ്പോൾ GTA ഒക്കെ കളിച്ച് ഇവർക്ക് ഫെയിം പയ്യെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നാൽ പോരായിരുന്നു. അത്യാവശ്യം ഈ ഫേസ് കാണുമ്പോഴത്തേക്ക് ഇത് ഷമീർ തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ളതാണ് കാണുന്ന ആ ഒരു ഐഡന്റിറ്റി തൊപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പറ്റില്ല, ആക്രാന്ത മൂത്ത് കൈയിട്ട് വരാൻ നോക്കി, തൊപ്പി അവിടുന്ന് പണി കൊടുത്തു, ഇവിടുന്ന് അങ്ങോട്ട് വരും. രണ്ട് കൂട്ടരുടെ ഭാഗത്ത് നല്ല അസൽ തെണ്ടിത്തരാണ് കാണിച്ചത് രണ്ട് കൂട്ടരും. അതിൻ്റെ ഇടയ്ക്ക് ഈ പാവം ഇൻ്റെ പേരിനെ വെച്ച് ഒരുപാട് നേരം ഓഡിയൻസിനെ കീപ്പ് ചെയ്തതിന് ശേഷം ഇന്നെ പറയാതെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ, അതായത് എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യനെ, അതിലുള്ള സ്ത്രീകളെ, എൻ്റെ ഉമ്മ, അതായത് കൃത്യമായ വോയിസ് നോട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ വോയിസ് നോട്ടും ഞങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ വോയിസ് നോട്ടും എന്ന് പറഞ്ഞാൽ ഏത് ഫോണിലാണോ റെക്കോർഡ് ചെയ്തത്, ഇവർ ഏത് സാഹചര്യത്തിലാണോ റെക്കോർഡ് ചെയ്തത്, ഈ വോയിസ് നോട്ട് അടക്കം നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര സത്യത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംസാരിക്കണം. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റക്കായിപ്പോയി. ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് നേരത്തേക്ക് എങ്ങനെ ഈ കുട്ടീൻ്റെ മാനസിക നില ഇത് ബാധിക്കും, എങ്ങനെ ഈ കുട്ടി എത്രത്തോളം എമോഷണലാവും, അതായത് ഞങ്ങൾ ഈ ഒരു സംഭവത്തിൻ്റെ ശേഷം എങ്ങനെ ബാക്ക് ടു ട്രാക്കിലാവും. കാരണം ഇതൊരാവശ്യമില്ലാത്തൊരു കുട്ടീനെ ഒരു ലൈവിൽ വന്നിട്ട് 1.5 ലക്ഷം ആൾക്കാർ തത്സമയം കാണുക, പിറ്റേ ദിവസം രാവിലെ 9 മണിയായപ്പോൾ 8-8.5 ലക്ഷം ആൾക്കാർ ഈ 4.5 മണിക്കൂറിൻ്റെ വീഡിയോ കണ്ടിരിക്കുകയാണ്. ഈ 2:30 മണി മുതൽ ഇന്ന് ഈ വൈകുന്നേരം 5 മണി വരെ നമ്മൾ സൈലൻ്റ് ആയിരുന്നു. അപ്പം പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ ഈ 2:30 മണി മുതൽ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണോ. അപ്പോൾ ഒരുപാട് മെസ്സേജുകൾ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഇതേപോലെ നോക്കി കണ്ടിരുന്നു. നിങ്ങൾ കുടുംബത്തിലെ ആൾക്കാരെ തൊട്ടിട്ട് നിങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഒരു ദൗത്യത്തിൻ്റെ പുറകിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതിനെക്കുറിച്ച് ശബ്ദിക്കാണ്ട് ദൗത്യം എന്താണെന്നുള്ളത് അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തൊരു ടേം. അപ്പം നമ്മളപ്പം തന്നെ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം അപ്പം തന്നെ ആ ചാനൽ, അതായത് ഈ ഷമീറിൻ്റെ ആ കംപ്ലീറ്റ്ലി ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, തൊപ്പിയുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, പിന്നെ മറ്റേ ഇവരുടെ ഇൻസ്റ്റാ അക്കൗണ്ട് അതെല്ലാം അടുപ്പിച്ച് കളഞ്ഞു. നല്ല കാര്യം. ഷമീറിൻ്റെ ഇന്നലത്തെ ലൈവിൽ കുറച്ച് ക്ലിപ്സ് ഉണ്ട്, ആ ക്ലിപ്സും കൂടെ കാണിച്ചു തരാം. ജാസും അമ്മോ എവിടെ, അവരെല്ലാം പോയി, അവരെല്ലാം ഓടി, മനസ്സിലായോ? എടാ ജീവിതം നാട് വിട്, ഫൈറ്റ് പീസ്. ഏടെ നാട് വിട്ടാന്?
ഏടെ നാട് വിടാൻ ഈ പറയുന്നത്? ഏടെ നാട് വിട്ടാലും പൊക്കോടാ, എന്തായാലും പൊക്കും. മനസ്സിലായോ? കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഇനിയിപ്പോ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇവർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഒരു തൊപ്പിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഒരു നെഗറ്റീവ് ഫെയിം ഉണ്ടാക്കാം, നെഗറ്റീവ് ഫെയിം വെച്ച് പിടിച്ച് ലൈവ് സ്ട്രീം ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പിയുടെ കിക്കിലെ കോൺട്രാക്റ്റും ഇവരുടെ യൂട്യൂബിലൊക്കെ റവന്യൂ കണ്ടിട്ട് തൊപ്പിക്ക് വരുന്ന റവന്യൂ ഭയങ്കര ഹ്യൂജാണെന്ന് മനസ്സിലായി. ആ വരുന്ന റവന്യൂ ഇവർക്ക് കിട്ടുന്നില്ല, പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ആ ഒരു അടിസ്ഥാനത്തിൻ്റെ ബേസ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഇവർ സ്പ്ലിറ്റപ്പ് ആക്കി സ്വന്തമായിട്ട് സ്ട്രീം ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതിൻ്റെ ബേസിലാണ് തൊപ്പിക്ക് ഹ്യൂജ് എമൗണ്ടാണ് സ്ട്രീം ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഇവർക്കൊന്നും കിട്ടുന്നില്ല, ഇവർ ചെയ്യുന്ന അധ്വാനത്തിനൊന്നും കിട്ടുന്നില്ല. ആ ഒരു ബേസിലാണ് എനിക്ക് തോന്നുന്നു ഈ വഴക്ക് വന്നതെന്ന് തോന്നുന്നു ബേസിക്കലി. അതായത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. പിന്നെ തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് പറഞ്ഞ്, അതായത് തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ എക്സ് ഹസ്ബൻഡ് ലല്ലു ഒരു പഴയ ഇൻ്റർവ്യൂവിൽ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞ റീസൺ എന്താണ്? പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് തൊപ്പിയും അതായത് തൊപ്പിയുടെ കൂടെ നടക്കുന്ന ആളുംപാടി തൊപ്പി ബൈസെക്ഷലാണ്, അതുകൊണ്ടാണ് ഞാൻ റിലേഷൻ സ്റ്റോപ്പ് ആക്കി പോകുന്നത്. യെസ്, ഈ ക്ലിപ്പിൽ ബേസിക്കലി പറഞ്ഞത് തൊപ്പി ബൈസെക്ഷൽ ആണ്. ഈ ബൈസെക്ഷൽ ആയ തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് താൻ തൊപ്പിനെ ഇട്ടിട്ട് പോയെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ പുള്ളിക്കാരൻ ലല്ലുവിനെ വിവാഹം ചെയ്തതിന് ശേഷം ഡിവോഴ്സായി ആ ഒരു കുറച്ച് ഇത് നടക്കുന്നത്. ഇവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അവസാനം തൊപ്പി ബൈസെക്ഷൽ ആണെന്ന് അന്ന് ഈ ചെറുക്കൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ കുറേ പേർക്ക് വിശ്വാസം വന്ന് തുടങ്ങി. എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.